ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് നമുക്കൊരു ആശ്വാസം ലഭിക്കാനായിട്ട് തെർമോക്കോൾ കൊണ്ട് ഒരു കിടിലൻ സൂത്രം ചെയ്യാവുന്നതാണ്. അപ്പോൾ ബെഡ്റൂമിലായാലും കിച്ചണിലായാലും നമുക്ക് നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതിനായിട്ട് തെർമോക്കോൾ കൊണ്ട് ഒരു കിടിലൻ സൂത്രമുണ്ട്. പിന്നെ തെർമോക്കോൾ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന തെർമോക്കോൾ കൊണ്ടുള്ള പല പല ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചെറിയ പീസ് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും അത്തറോ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിലോ ഇതേപോലെ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ 2 പീസിലും ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് അത്തർ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഷൂവിനുള്ളിലേക്ക് വച്ചു കൊടുക്കാം. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് തന്നെ ഷൂവിനുള്ളിൽ നല്ല വിയർപ്പിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പോൾ വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ വലിച്ചെടുത്തിട്ട് ഷൂവിനുള്ളിൽ നല്ല ഒരു സ്മെല്ല് കിട്ടുന്നതിനായിട്ട് രാത്രി സമയത്ത് നമ്മൾ ഇതേപോലെ അങ്ങ് വച്ചു കൊടുത്താൽ മതി. അപ്പോൾ രാവിലെ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഷൂ ഇടുമ്പോൾ ഒട്ടും തന്നെ ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. സോക്സിനാണെങ്കിലും ബാഡ് സ്മെല്ല് വരില്ല. തെർമോക്കോളിൻ്റെ പീസിൽ അത്തറിൻ്റെ സ്മെല്ല് നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നാൾ ഈ ഒരു പീസ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ ഒരു സ്മെല്ല് പെട്ടെന്നൊന്നും പോവില്ല. ഷൂവിനുള്ളിൽ മാത്രമല്ല, നമുക്ക് അലമാരിയിൽ ഇതേപോലെ ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ അലമാരിയൊക്കെ തുറക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ കിച്ചൺ സിങ്കിൻ്റെ താഴെയുള്ള കബോർഡിലൊക്കെ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു കബോർഡൊക്കെ തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് കിട്ടും. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്ന് എടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഒരു തെർമോക്കോളിൻ്റെ പീസ് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മുടെ വീട്ടിലുള്ള തയ്യൽ സൂചി, തുന്നൽ സൂചി, പിന്നെ തയ്യൽ അഴിക്കുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ടിന്നങ്ങ് മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ സൂചികളൊന്നും തന്നെ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. എടുക്കാനൊക്കെ എളുപ്പമാണ്. നമ്മൾ ഹോം അപ്ലയൻസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള തെർമോക്കോളിൻ്റെ ബോക്സസ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ബോക്സ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നല്ല തണുത്ത ജ്യൂസൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോക്സിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ ആ ഒരു തണുപ്പ് തങ്ങി നിന്നോളും. ഒട്ടും തന്നെ തണുപ്പ് കുറഞ്ഞു പോവില്ല. എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല തണുത്ത ജ്യൂസ് കുടിക്കാൻ പറ്റും. ജ്യൂസും ഡ്രിങ്ക്സും മാത്രമല്ല, ഐസ്ക്രീം ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറേ നേരം വരെ അത് മെൽറ്റ് ആവാതെ നല്ല തണുപ്പോടു കൂടി തന്നെ ഇരുന്നോളും. തെർമോക്കോളിൻ്റെ ചെറിയ പീസ് ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കറിവേപ്പിൻ്റെ തൈ അല്ലെങ്കിൽ ഏത് ചെടികളായാലും പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ചെറിയ തെർമോക്കോളിൻ്റെ പീസ് ഇതേപോലെ ചട്ടിയിലേക്ക് നുറുക്കിയിട്ട് കൊടുക്കുക. ചട്ടിയുടെ താഴെ ഭാഗത്ത് ഫുള്ളായിട്ട് ഇതേപോലെ തെർമോക്കോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചെടി നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ നല്ലതാണ്. കറിവേപ്പൊക്കെ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് കട്ടിയുള്ളതും അതേപോലെ തന്നെ പരന്നതുമായിട്ടുള്ള ഒരു തെർമോക്കോളിൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിന് മുകളിലേക്ക് ഗ്യാസ് സിലിണ്ടർ വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ സിലിണ്ടർ വെക്കുമ്പോൾ ടൈൽസിൽ ഉണ്ടാകുന്ന ആ ഒരു തുരുമ്പിൻ്റെ പാടൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാൻ പറ്റും. ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ചവിട്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സിലിണ്ടർ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടങ്ങി പോവും. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് കണ്ടെയ്നർ ബോക്സിലേക്ക് ഈ തെർമോക്കോൾ ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിടാം. ഇനി നമുക്ക് മുട്ടകൾ നിരത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയാലും അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ എടുത്താലും ഒട്ടും തന്നെ മുട്ട പൊട്ടിപ്പോവില്ല. കറക്റ്റ് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ പീസ് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഗ്യാപ്പില്ലാതെ ടൈറ്റാക്കി വെച്ച് കൊടുത്താൽ മതി. അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു പരന്ന ബേസൻ എടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് നോക്കിക്കേ ഈ തെർമോക്കോൾ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ തെർമോക്കോളിന് മീതെ നല്ല കട്ടിയുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള ഐസ് ക്യൂബ്സാണ് ഞാൻ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല തിക്കായത് തന്നെ വെച്ച് കൊടുക്കണം. ചെറിയ ഐസ് ക്യൂബ്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ ഐസ് ക്യൂബ്സ് എല്ലാം തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെർമോക്കോളിൻ്റെ മുകളിൽ ഐസ് ക്യൂബ്സ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അധികം പെട്ടെന്ന് മെൽറ്റായി പോവില്ല. ഈ ഒരു രീതിയിൽ ഐസ് നിറച്ചതിന് ശേഷം നമുക്ക് ഫാനിൻ്റെ താഴെ വച്ച് കൊടുക്കാം. അപ്പോൾ ഫാനിൻ്റെ കാറ്റ് നേരെ ഈ ഐസ് ക്യൂബ്സിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ തണുപ്പ് റൂമിനുള്ളിൽ നിറയും. അപ്പോൾ നമുക്ക് ചൂടുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത സമയത്ത് നമുക്ക് കട്ടിലിൻ്റെ സൈഡിൽ ഫാനിൻ്റെ നേരെ താഴെയായിട്ട് ഇത് വച്ചു കൊടുക്കാവുന്നതാണ്. ഈ ചൂടുകാലത്ത് നമ്മൾ ഫാൻ ഇട്ടാലും റൂമിനുള്ളിൽ ചൂട് കാറ്റാണ് നിറയുന്നത്. അപ്പോൾ ആ ചൂട് കാറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെറസിന് മുകളിൽ ഇതേപോലെ തെർമോക്കോൾ വലിയ പീസാക്കിയിട്ട് ഇതേപോലെ നിരത്തിയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ചെയ്യണമെങ്കിൽ സൂര്യൻ്റെ ചൂട് ഒട്ടും തന്നെ വാർക്കയിലേക്ക് തട്ടുകയുമില്ല. വാർക്ക ചുട്ടുപൊള്ളുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല.
കടകളിൽ നിന്ന് വലിയ പീസ് തെർമോക്കോൾ നമുക്ക് ചെറിയ വിലക്കൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബെഡ്റൂമിൻ്റെയോ കിച്ചണിൻ്റെയൊക്കെ മുകളിൽ ടെറസിൽ നിരത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് താഴെ റൂമിനുള്ളിൽ ടെമ്പറേച്ചർ കുറക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.